വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ചൂടിൻ്റെയൊക്കെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ ഓരോരുത്തരെ വിടുവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. എനിക്കിങ്ങനെ ഈ മോഡൽ ഇങ്ങനെ പൊട്ടും ചൂട് സമയത്തൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ട്. അത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇതിൻ്റെ ഓയിൻമെൻറ്റൊക്കെ തേക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും മെസ്സേജ് കേൾക്കുന്നവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഞാനിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായം. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരുക്കിക്കൊണ്ടിരിക്കെ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. യേശു കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീവാനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ശീമോൻ്റെ പടകിലാണ് ദൈവനമ്പരം കയറിയിരുന്നത്. അതിന് ശേഷം പുരുഷാരത്തോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കാനായിട്ട് പറഞ്ഞു. ആഴത്തിലേക്ക് വലയൊക്കെ വീശി നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ വീശി അങ്ങിടുക. ചിലരിങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കും, അല്ലാതെ ഇങ്ങനെ വല ഇങ്ങനെ എടുത്ത് വെച്ച് വല ഇങ്ങനെ വീശിയിടും. ആ വീശിയിടുന്ന വല കുറേ നേരം കിടക്കും, പെട്ടെന്ന് വലിച്ചാൽ കിട്ടത്തില്ല. അതിങ്ങനെ പടർത്തി ഇങ്ങനെ ഇട്ടിട്ട് മീൻ പിടിക്കക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ അവരിടും. ഇട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വല ഇങ്ങനെ പിടിച്ച് കയറ്റുന്നത്. ഒരാൾക്ക് തന്നെ പറ്റുന്നില്ല, പലരും കൂടി ഇങ്ങനെ എടുത്ത് വരുമ്പോൾ അതിനകത്ത് പെരുത്ത മീൻ കൂട്ടം കാണും. വലുതും ചെറുതും പല ടൈപ്പിലുള്ളതൊക്കെ കാണും. അപ്പോൾ ഈ മീൻ അങ്ങനെയാണ് ഈ മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. അതിന് ശീമോൻ, നാഥ. അപ്പം അന്ന് ശീമോൻ യേശുവിനോട് പറയുക, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് യേശുവിനോട് പറഞ്ഞു. അധ്വാനിച്ചിട്ട് എങ്കിലും നിൻ്റെ വാക്കിൻ പ്രകാരം ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. വല അതായത് വല അങ്ങോട്ട് മുറിഞ്ഞു പോകുന്ന രീതിയിലോ അങ്ങനത്തെ രീതിയിലുള്ള ഭാരം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പെരുത്ത മീൻകൂട്ടം കിട്ടി. ഇത് വലിച്ചു കീറുമ്പോൾ വല കീറിപ്പോകും, അതുപോലെ പുറത്ത് പോയി കാണും. അതേപോലെ കിട്ടി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവരും കൂടെ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. കണ്ടോ, ഇവർക്ക് തന്നെ വലിച്ചു കയറ്റാൻ പറ്റത്തില്ല, അത്രപോലെ പെരുത്ത മീൻകൂട്ടം കിട്ടി എന്നുള്ളതാണ്. എന്നിട്ട് ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കേട്ടോ, ശീമോന് ഭയങ്കര സന്തോഷം. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. നിൻ്റെ വാക്കിൻ പ്രകാരം ഞങ്ങൾ വല വീശാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലയിൽ ഇഷ്ടംപോലെ പെരുത്ത മീൻകൂട്ടം കിട്ടി. ഒരു ഒത്തിരി പേരെ എല്ലാം കൂടെ വിളിച്ച് കയറ്റി അങ്ങനെ ഒത്തിരി മീൻ അവർക്ക് കിട്ടി. ഭയങ്കര സന്തോഷം. ആ സന്തോഷം കൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, അപ്പം ശീമോൻ പറയുക, കർത്താവേ, ഇതുകൊണ്ടോ ഞാൻ പാപിയായി മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടി ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട് ഇത് കേട്ടതിന് ശേഷം യേശു ശീമോനോട് പറയുക, ഭയപ്പെടേണ്ട. കണ്ടോ, യേശുവിൻ്റെ ഒരു വാക്കാണ്. അതാ, ഞങ്ങൾ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. നിൻ്റെ ഒരു വാക്കിൻ പ്രകാരം ഞങ്ങൾ വല വീശുന്നു. വല വീശി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പെരുത്ത മീൻകൂട്ടം കിട്ടിയതിന് ശേഷം കാൽക്കൽ വീണ് പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇത് അവർക്കുണ്ടായ മീൻപിടുത്തത്തിലും അവനും അവനോട് കൂടി എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളെ യാക്കോബ്, യോഹന്നാൻ എന്നീ സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട് പറയുക, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നതിനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചെന്നാണ്. കണ്ടോ, ഈ പെരുത്ത മീൻകൂട്ടൊക്കെ കിട്ടി, വളരെ സന്തോഷമായി. അന്നേരം ദൈവം നമ്മുടെ ഏറ്റവും അവസാനം, നിങ്ങൾ ഭയപ്പെടേണ്ട,
ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരൊക്കെ ശിവനോട് പറഞ്ഞതാണ്. ഭയപ്പെടേണ്ട, മനുഷ്യരെ പിടിക്കുന്നവർ. അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ടിട്ട് അവനെ അനുഗമിച്ചെന്ന് പറഞ്ഞു. അവരോടുകൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ശിവൻ്റെ കൂട്ടർ യാക്കോബ് ഇവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ഇവർ ദൈവത്തെ അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞപ്പം അവർക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. അവർ സന്തോഷത്തോടുകൂടി യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു. നമ്മളൊരു വേർഡ്സ് വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്കുള്ള കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ ആഴത്തിലേക്ക് ആഴത്തിൽ നിന്ന് നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം കേട്ട് നമുക്ക് ഉത്തരം വരളി തരികയാണ് ചെയ്യുന്നത്. എന്ത് പ്രയാസങ്ങൾ വരും, നമ്മളെ മാറ്റി പറിച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാലും ആഴത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആ ദൈവം കേട്ട് നമുക്ക് ഉത്തരം വരളി തരും. അതാണ് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം. നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എന്നും ചെയ്യണം, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, കർത്താവിൻ്റെ വചനം വായിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആര് സന്തോഷിക്കും? നമ്മുടെ കർത്താവ് സന്തോഷിക്കും. കർത്താവ് സന്തോഷിച്ച് എല്ലാവരും ജീവിക്കുക. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കുഞ്ഞുങ്ങളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും യൗവനക്കാരെയും സഹോദര സഹോദരിമാരെയും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് വിവിധ ഏജുകളിൽ വിവിധ പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവരും ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, റിസൾട്ട് അറിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ദൈവത്തോട് ചോദിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുക. പഠനകാര്യങ്ങളിലും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. ആത്മീയ കാര്യങ്ങളിലും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങളെ നിറയ്ക്കട്ടെ. God bless you.